ഹായ് മക്കേഴ്സ്, ഇന്ന് ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്താണ്. അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ച്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പോയ സമയം നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നേ, അതുകൊണ്ട് ഞങ്ങളവിടെ എത്തുമ്പോഴും ലേറ്റ് ആകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പിന്നെ മൈതാനത്ത് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒടുക്കത്തെ ക്യൂ. ടിക്കറ്റിന് 200 രൂപയാണ് കേട്ടോ ഒരാൾക്കാണേ. അങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് പപ്പ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ DJ ആണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾസിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അതിൽ കയറി നിൽക്കാനായിട്ട്. കുഞ്ഞു മക്കളൊക്കെ അതിൽ നിന്ന് കുളിക്കുകയായിരുന്നു, അതുപോലെ ഡാൻസ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷമായിരുന്നു പിള്ളേർക്കൊക്കെ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളതിൽ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അവർ കുറേ പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ചെരുപ്പിട്ട് കയറരുത് എന്നുള്ളത്. പക്ഷേ ചിലരൊക്കെ ചെരുപ്പിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒറിജിനൽ വാട്ടർഫാൾസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരെണ്ണം ആദ്യമായിട്ടല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്ത്. ഒരുപാട് എൻജോയ് ചെയ്ത് വെറൈറ്റി സാധനങ്ങളാണ് കൊണ്ടുവരുന്നത്. അതുപോലെ ഈ കാണുന്നത് ഇരുന്ന് പൊക്കത്തിരുന്ന് നമുക്ക് ഫുഡും കഴിക്കാം. പക്ഷെ ഞങ്ങളതിലൊന്നും കയറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു എൻട്രൻസ് പോലെ വന്നു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ബേർഡ്സിൻ്റെ ഒക്കെ ആണ് കേട്ടോ. തത്ത, അങ്ങനെ ലവ് ബേർഡ്സ്, അതൊക്കെ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അങ്ങനെ ഞങ്ങൾ പാമ്പിൻ്റെ സൈഡിലേക്ക് പോയി കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് തോളത്തൊക്കെ ഇട്ട് കുറച്ച് നേരം അതിനെ ഒന്ന് തലോടി സ്നേഹിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. ഒരു ഉമ്മയൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാനങ്ങ് മടിച്ച്. അതുപോലെ പാമ്പിനെ മാത്രമല്ല കേട്ടോ, നമുക്ക് തത്തയെ എടുക്കാൻ പറ്റും. പാമ്പിനെ എടുക്കാനാണേലും അതുപോലെ തന്നെ തത്തയെ എടുക്കാനാണേലും 100 രൂപയാണ് കേട്ടോ. അടുത്ത കുട്ടികളുടെ ഏരിയയിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അടുത്ത നമ്മൾ പോകുന്നത് മത്സ്യകന്യകയുടെ അടുത്താണ്. കന്യകയല്ല കേട്ടോ, കന്യകനെയാണ് ആദ്യം കണ്ടത്. പുള്ളി ആദ്യമേ ലവ് ഒക്കെ തന്ന് ഫ്ലൈങ് കിസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് മത്സ്യകന്യകയുടെ അടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയപ്പോഴത്തേക്കും ചെറിയ കപ്പൽ പോലെയൊക്കെ, കപ്പലാണോ എന്തുവാണെന്ന് അറിയത്തില്ല, പൈക്കപ്പലാണോ, അതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമക്കളൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുള്ള് സ്റ്റാളാണ് കേട്ടോ. അങ്ങനെ കുറേ സാധനമൊക്കെ വാങ്ങിച്ച് സ്റ്റോളിൽ നിന്ന് ഇറങ്ങി പോപ്കോണൊക്കെ വാങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് 2 ഗെയിംസിലൊക്കെ പങ്കെടുത്ത് പൊട്ടൻ ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു വന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു ഗെയിമിൽ കയറിയിട്ട് വിജയിച്ച് സോപ്പ് പെട്ടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ്സിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പോയേക്കുന്നത്. ഞങ്ങൾക്ക് റൈഡിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് എല്ലാ റൈഡിൽ കയറാനായിട്ടും ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കണ്ട് ആസ്വദിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു റൈഡിൽ നോക്കിയപ്പം അതാരാ പോയത്. അങ്ങനെ ഓരോ റൈഡും കണ്ട് ആസ്വദിച്ച് നടന്ന് വരുന്ന വഴിക്ക് എൻ്റെ മെയിൻ സാധനം ഞാൻ കണ്ടു. എന്താണല്ലേ, കടല. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ എവിടെ പോയാലും വാങ്ങിക്കുന്നൊരു സാധനമാണ്. അങ്ങനെ പിന്നെ ഈ റൈഡിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ഒടുക്കത്തെ തിരക്ക്, നല്ല ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങളിനി പെയ്യെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. വന്ന സമയത്തുള്ള തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതലും അകത്തായിരുന്നു ആളുകളൊക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴും ഓരോരുത്തരൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.